അധ്യക്ഷൻ ഇബ്രാഹിം മുള്ളേരി, ഏറ്റവും ബഹുമാന്യനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ MM ഹസൻ, ഈ നാടിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ സണ്ണി ജോസഫ്, ശ്രീ അബ്ദുറഹ്മാൻ കല്ലായി, ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീ PT മാത്യു, ശ്രീ സജീവ് ജോസഫ്, CVA നാരായണൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയും അതിനു മുൻപ് സംസാരിച്ച നേതാക്കളും എന്തുകൊണ്ടാണ് ഈ സമയത്ത് UDF ഒരു മലയോര സമരയാത്രയുമായി ഇറങ്ങിപ്പുറപ്പെടാൻ കാരണം എന്നിവിടെ വിശദീകരിച്ചു. സാധാരണ മുന്നണികൾ നടത്തുന്നത് പൊളിറ്റിക്കൽ ജാഥയാണ്, രാഷ്ട്രീയ ജാഥകളാണ്. ഈ രാഷ്ട്രീയ ജാഥയ്ക്കപ്പുറം കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ വനാതിർത്തികളിൽ താമസിക്കുന്ന പാവപ്പെട്ട കർഷകരുടെയും മലയോരത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും അവർ ദൈനംദിനം അനുഭവിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ജാഥയാണ് മലയോര സമരയാത്ര. അവരുടെ സങ്കടങ്ങളോട്, അവരുടെ ദുരിതങ്ങളോട്, ആ പ്രയാസത്തിൽ ജീവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, അവരുടെ ദുഃഖങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും കേരളത്തിന്റെ മുൻഗണനയിലെത്തിക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റുകളെ ജാഗ്രത ഉള്ളവരാക്കി മാറ്റി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ള നിരന്തരമായ സമര പരിപാടികളുടെ ഒരു തുടക്കം കൂടിയാണ് ഈ മലയോര സമരയാത്ര. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുന്നു. ഇരു സർക്കാരുകളിൽ നമ്മൾ നല്ല സമ്മർദ്ദം ചെലുത്തും, പരിഹാരങ്ങൾ ഉണ്ടാക്കാം. ആ പരിഹാരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളോടുള്ള വാക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അതെല്ലാം നടപ്പിൽ വരുത്തും. ഒരു സംശയവും വേണ്ട. ഇവിടെ വെറുതെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമല്ല നമ്മൾ പോകുന്നത്. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം, ഇവിടെ വിശദീകരിച്ചു. ജീവിക്കാൻ നിവൃത്തിയില്ല, കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല, ഭീതിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പേടിയാണ്, കരിയിലനങ്ങിയാൽ പേടിയാണ്. ഈ ഭയത്തിലാണ് മലയോര ജനത ജീവിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സിസ്റ്റർ എനിക്കൊരു നിവേദനം തന്നു. അവരുടെ മഠം ആറളം വന്യജീവി സങ്കേതത്തിന്റെ 15 കിലോമീറ്റർ ഇപ്പുറം ചെടിക്കുളത്താണ്. പക്ഷേ അവരുടെ മഠത്തിൽ മുഴുവൻ വന്യമൃഗങ്ങൾ, പന്നിയും കുരങ്ങുമാണ്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒരു നിവേദനം എനിക്ക് തന്നു. ഇവിടെ കടുവറങ്ങിയെന്നാണ് പറഞ്ഞത് ഈ പഞ്ചായത്ത്. അപ്പൊ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്? എന്ത് ഭയന്നാണ് ജീവിക്കുന്നത്? വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടാവുമോ? കൃഷി മുഴുവൻ പോയി. ഇപ്പൊ ഈ മലയോരത്ത് കിഴങ്ങ് കൃഷിയില്ല. പണ്ട് ഏറ്റവും പ്രധാനം കപ്പ, ചേന, ചേമ്പ്, അല്ലെ, അതൊന്നുമില്ല. എല്ലാം പന്നി മറിച്ചു. വാഴ ആന നശിപ്പിച്ചു. തെങ്ങില് കുരങ്ങൻ കയറി നാളികേരിട്ടുകൊണ്ട് പോവാൻ. പിന്നെ വന്നാൽ ഏത് മൃഗങ്ങൾ വന്നാലും അതെല്ലാം നശിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതിന് പരിഹാരം വേണം. ഒന്ന് പരമ്പരാഗതമായ മാർഗങ്ങൾ. ഇവിടെ എനിക്കറിയാം, സണ്ണി വക്കീലൊക്കെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് എത്ര വീറോടുകൂടിയാണ് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അങ്ങനെയാണ് ആറളത്ത് വലിയ മതിൽ കെട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്. അപ്പൊ മതിൽ കെട്ടും, പിന്നെ കിടങ്ങുകൾ കുഴിക്കും, പിന്നെ സൗരോർജ വേലി ഉണ്ടാക്കും, റെയിൽ ഗാർഡ് കൊണ്ട് ഗാർഡുണ്ടാക്കും. പല രീതിയിലുള്ള പരമ്പരാഗതമായ രീതി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ ഒരു കണക്ക് കാണിച്ചു. കഴിഞ്ഞ 4 കൊല്ലമായി 5 പൈസ ഇതിനു വേണ്ടി മുടക്കിയിട്ടില്ല ഒരു സ്ഥലത്ത് ഈ പണിയത്. 4 കൊല്ലമായി ഒരിടത്തും. അതിന്റെ അർത്ഥം എന്താ? ഈ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിടുക. എന്ത് സംഭവിക്കട്ടെ, വിധിയാണ് എന്ന് കരുതി സമാധാനിക്കുക. അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഈ നമ്മുടെ ഡിമാൻഡ് ഈ പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൂടുതൽ പണം അനുവദിക്കുകയും
ആ കാര്യങ്ങൾ ഏറ്റവും പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ചെയ്യുകയും വേണം. രണ്ട്, ഇതിന് ആധുനികമായ സങ്കേതങ്ങളുണ്ട്. കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ്, ഹിമാചൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പല സ്ഥലത്തും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഈ മൃഗങ്ങൾ കൂട്ടത്തോടെയോ ഒറ്റയ്ക്കോ വരുമ്പോൾ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതറിഞ്ഞാൽ അവരെ തിരിച്ചോടിക്കാൻ ഉള്ള യന്ത്ര സംവിധാനങ്ങളുണ്ട്. ശബ്ദമുണ്ടാക്കി ഓടിക്കാം, പല രീതിയിൽ ഓടിക്കാം. അവരറിഞ്ഞാൽ അവർ വരാൻ പോകുമ്പോൾ അതിനു മുമ്പുള്ള മുന്നറിയിപ്പുകൾ നൽകാം. ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ സങ്കേതങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗത്തും ദൈവം സഹായിച്ച് നമ്മുടെ വനം വന്യജീവി വകുപ്പ് ഇങ്ങനെ എന്തെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചെയ്യുന്നില്ല എന്നത് ഗൗരവമായ ഒരു കാര്യമാണ്. ഇപ്പോ വയനാടും ഇവിടെയൊക്കെ കടുവകളുണ്ട്. ഞാൻ പറഞ്ഞു 20 ചതുരശ്ര കിലോമീറ്റർ വേണം ഒരു കടുവ. അവന്റെ ഹാബിറ്റാറ്റ് അതാണ്. വേറെ ആണുങ്ങളെ കയറ്റില്ല. അതിന്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കും മരത്തിൽ, ഒരാൾ കയറാൻ പാടില്ല. അപ്പോ വയനാട് 152 കടുവയുണ്ട്. 3000-ലധികം ചതുരശ്ര കിലോമീറ്റർ വന വിസ്തൃതി വേണം. ഇവിടെ എത്രയുള്ളത്? അവിടെ 354 ഉള്ളൂ ആകെ വിസ്തൃതി. അതായത് 10-1 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ചെറുപ്പക്കാരായ കടുവകൾ വന്ന് ഒറ്റയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കണവനെ ഓടിക്കും. പ്രായമുള്ളവരെ, നമ്മളിപ്പോ പ്രായമുള്ളവരെ കൊണ്ട് നടക്കിരുത്തൊക്കെ ചെയ്യുമല്ലോ, അത് അതിന്റെ വേറൊരു രൂപമാണ്. അടിച്ചോടിക്കും. അവരെ ഇരപിടിക്കാൻ കഴിയാതെ വരുമ്പോ പുറത്തേക്ക് ഇറങ്ങി കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ, അല്ലെ, കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ, ഇതിനെല്ലാം പിടിച്ചോണ്ട് പോകും. നായെ പിടിച്ചോണ്ട് പോകും. കിട്ടാതാവുമ്പോ മനുഷ്യരെ പിടിക്കും, നരഭോജികളാവും. അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റിന് ഇവിടെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ച് ആവശ്യത്തിൽ കൂടുതൽ കടുവകളുടെ എണ്ണം ഇവിടെയുണ്ട്, കുറെ കൂട്ടിലാക്കി കടുവകൾ കുറവുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ടൈഗർ റിസർവിലേക്ക് എന്തുകൊണ്ട് മാറ്റാൻ ഒരാലോചന നടത്തുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, കേരളത്തിലെ മുഴുവൻ UDF MPമാരും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം പാർലമെന്റിൽ നടത്തും. വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തി ഈ കള്ളിംഗ് ആണ് ലോകത്തെല്ലായിടത്തും എണ്ണം കൂടിയ എണ്ണം കുറയ്ക്കാനുള്ള സംവിധാനമാണ്. 71-ലെ വന്യജീവി നിയമം ഉണ്ടാക്കിയ കാലത്തെ സ്ഥിതിയല്ല ഇപ്പോ. 54 കൊല്ലമായി വന്യജീവി നിയമം ഉണ്ടാക്കിയിട്ട്. ഇന്ത്യയിൽ എത്രയോ നിയമങ്ങൾ നമ്മൾ ഭേദഗതി കൊണ്ടുവന്ന് കാലാനുസരണമാക്കി മാറ്റി. എന്തുകൊണ്ട് വന്യജീവി നിയമം മാത്രം മാറ്റാൻ പാടില്ല? അപ്പോ വിദേശ രാജ്യങ്ങളിൽ വന്യജീവികളെ നിയന്ത്രിക്കാൻ എടുക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകണം, നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. അപ്പോ ഇതില്ലെങ്കിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കടുവയുടെ എണ്ണം കൂടുമ്പോൾ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. അതിനിപ്പോ ഒരു കടുവയ്ക്ക് ഒരു 55 മാൻ വേണം ഒരു വർഷത്തേക്ക്. അത്രയും ഈ 152 കടുവകൾക്കുള്ള ഈ മാൻ ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. അപ്പൊ അവർക്ക് ആഹാരമില്ല, ആനയ്ക്ക് ആഹാരമില്ല. പിന്നെ വനസംരക്ഷണം നമുക്കറിയാല്ല, ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഇല്ലാത്ത ആളെയാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ നമുക്ക് 29.1% വനമുണ്ട്. നമ്മുടെ ഭൂവിസ്തൃതിയുടെ 29.1%. ദേശീയ ആവറേജിനേക്കാൾ കൂടുതലാണ് കേരളത്തിന്റെ വനം. അതുകൊണ്ട് ഇനി വനവിസ്തൃതി വർദ്ധിപ്പിക്കണ്ട, എന്റെ ആവശ്യമില്ല കേരളത്തിൽ. ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലം കേരളം, ജനസാന്ദ്രത ഉള്ള സ്ഥലം കേരളം അല്ലേ? ഇപ്പോ ജനസാന്ദ്രതയുള്ള പ്രദേശം റിസർവ് ഫോറസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്യുക ഈ കേരള ഗവൺമെന്റ്. ആരോട് ചോദിച്ചിട്ടാ? എങ്ങനെയാണ് ജനവാസ കേന്ദ്രങ്ങൾ റിസർവ് വനമായി മാറുന്നത്? സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ഇടുക്കിയിൽ ഏലത്തോട്ടങ്ങൾ ഇപ്പോ റിസർവ് ഫോറസ്റ്റായി. കോടതിയുടെ ഇത് വന്നു. സർക്കാർ കൃത്യമായ നിലപാട് കോടതിയുടെ. ഏലത്തോട്ടത്തിൽ ആളുകൾ ജീവിക്കുകയല്ലേ?
ഏലത്തോട്ടം എന്ന് വെച്ചാൽ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായി, ഭൂമി റവന്യൂ ഭൂമി ഏലത്തോട്ടത്തിന്റെ, മരങ്ങൾ വനം വകുപ്പിന്റെ, ഒക്കെ ഒരു കുഴപ്പമില്ല, മനുഷ്യർ ജീവിക്കാം. ഇപ്പൊ ഏലത്തോട്ടം റിസർവ് ഫോറസ്റ്റ് ആയാലോ മനുഷ്യരെങ്ങോട്ട് പോകും? കാട്ടിലേക്ക് പോകും. അവിടെ ജീവിക്കുന്ന മനുഷ്യർ കാട്ടിലേക്ക് പോകും. പിന്നെ എന്തിനാ ബഫർ സോൺ? 29.1% വനവിസ്തൃതിയുള്ള കേരളത്തിൽ ബഫർ സോണിന്റെ ആവശ്യമില്ല. ബഫർ സോൺ എന്ന് പറയുമ്പോൾ കട്ടപ്പന ടൗൺ ബഫർ സോണിലാവും. ബഫർ സോൺ വന്നാൽ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ജനസാന്ദ്രതയുള്ള മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം. ബഫർ സോണിന്റെ സ്റ്റാറ്റസ് എന്താ? റിസർവ് വനമാണ് ബഫർ സോണും. ഒരു ആക്ടിവിറ്റി അവിടെ പറ്റില്ല. അപ്പൊ ജനങ്ങളെ പ്രയാസപ്പെടുത്തുകയും മലയോരത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന ഈ രീതിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോ വനം വന്യജീവി സംഘർഷത്തിന് പരിഹാരമുണ്ടാക്കണം, ബഫർ സോൺ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണം. നിങ്ങൾക്കറിയാം, കാർഷിക മേഖല മുഴുവൻ തകർന്നു അല്ലേ? എല്ലാത്തിന്റെയും വിലയിടിവ, കീടനാശിനിക്ക് വില കൂടി, വളത്തിന് വില കൂടി, കർഷകന് ജീവിക്കാൻ നിവൃത്തിയില്ല. ഒരു 70% കർഷകരും ഇന്ന് ജീവിക്കുന്നത് പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. അതിന് പോലും ഒരു പുല്ല് പറിക്കാൻ പോകാൻ നിവൃത്തിയില്ല, പുറത്തു പോകാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ നടന്നത് 60,000 വന്യജീവി ആക്രമണങ്ങളാണ്. ഗവർണറെ കൊണ്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്നാണ്. ഞങ്ങൾ കണക്ക് കാണിച്ചു അസംബ്ലിയിൽ. 60,000 വന്യജീവി ആക്രമണം, 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. ഈ ആറളം ഫാമിൽ തന്നെ ആന ചവിട്ടിക്കൊന്നവരുടെ എണ്ണം 17 അല്ലെ? ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവര് എത്ര പേരുണ്ട്? ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല അവർക്ക്. ഒരു തരത്തിലുള്ള ധനസഹായമില്ല. ഇപ്പോൾ എന്നെ കാണാൻ വന്ന് ബുദ്ധിമുട്ടി ഇവിടെ കയറിയവർ ആനയുടെ ആക്രമണത്തിൽ നടുവിന് പരിക്ക് പറ്റിയവരാണ്. കുടുംബ അനാഥമായി, കുടുംബത്തിലെ ഏണിംഗ് മെമ്പറായിരുന്നു അവർ. ആ കുടുംബത്തിൽ പ്രയാസമായി, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയായി. കോമ്പൻസേഷൻ, തുച്ഛമായ നഷ്ടപരിഹാരം, അത് തന്നെ 4000-ഓളം പേർക്ക് കൊടുക്കാറുണ്ട്. കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് 4000-ഓളം പേർക്ക്. ആരാ ഇതെല്ലാം ചെയ്യുന്നത്? ഗവൺമെന്റാ. ഗവൺമെന്റിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ? മന്ത്രി ചോദിക്കുന്നത്, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണ് ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിമാരുള്ള ഈ നാട്ടിൽ ഉത്തരവാദിത്തമില്ലാതെ നിസ്സംഗതയോടുകൂടി ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഈ പോക്ക് നടക്കില്ല കേരളത്തിൽ എന്ന് പറയാനാണ് ഈ മലയോര സമരയാത്രയുമായി UDF ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കും. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ, ഇരു സർക്കാരുകളിലും സമ്മർദ്ദം ചെലുത്തി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതുവരെ ഈ പോരാട്ടവുമായി ഐക്യ ജനാധിപത്യ മുന്നണി മലയോര ജനതയോടൊപ്പമുണ്ടാകും എന്ന വാക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കി തീർത്ത നമ്മുടെ പ്രിയങ്കരനായ MLA സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നന്ദി പറയുന്നതിന് വേണ്ടി തോമസ് തയ്യലിനെ ക്ഷണിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ജയ് ഹിന്ദ്.